أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا وعملا متقبلا من يا رب العالمين اللهم صل على محمد وعلى آل محمد ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربياني صغيرا رب هب لي من الصالحين رب هب لي من الصالحين رب هب لي من الصالحين رب هب لي من لدنك ذرية طيبة إنك سميع دعاء يا غني الله أغنني بفضلك من سواك ربي أنزلني منزل مبارك أنت خير المنزلين اللهم يسر ولا تؤثر وتمم بالخير اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا ربي أنزلني منزل مبارك أنت خير المنزلين ربي إني لما أنزلت لي من خير فقير آمين يا رب العالمين اللهم إنا نسألك جنات الفردوس الأعلى اللهم إنا نسألك جنات الفردوس الأعلى اللهم إنا نسألك جنات الفردوس الأعلى ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين 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 برحمتك يا أرحم الراحمين അൽഹംദുലില്ലാ റബ്ബുൽ ആലമീൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ റബ്ബുൽ ആലമീൻ നമ്മൾ പുതിയൊരു ഭാഗത്തേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ ജുസിലെ രണ്ടാമത്തെ ഭാഗമാണ്. അൽഹംദുലില്ലാ റബ്ബുൽ ആലമീൻ 75-ാമത്തെ ആയത്ത് മുതൽ 141-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. ഒന്നാമത്തെ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, വചനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങളെ നമ്മൾ എന്താക്കരുത്, നമ്മൾ വളച്ചൊടിക്കാൻ പാടില്ല, നമ്മളെ സ്വഭാവത്തിൽ അത് മാറ്റിമറിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ അതിനെ വളച്ചൊടിച്ചുകൊണ്ടും നമ്മളുടെ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ദീന് അറിവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവിനെ നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വാർത്ഥമായ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, അർത്ഥത്തിനെ മാറ്റിവെക്കാൻ പാടില്ല. അതുപോലെ തന്നെ അള്ളാഹുൽ നിന്നുള്ളതാണെന്ന് അറിഞ്ഞിട്ടും അതിനെ കള്ളമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ദീനിനെ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഓക്കെ, രണ്ടാമത്തെ ഭാഗമായിട്ട് വരുന്നത് നമ്മുടെ വിശ്വാസങ്ങള്. ഞാൻ കുറച്ചു കാലം മാത്രമേ ഞാൻ നരകത്തിൽ പോകുള്ളൂ എന്നുള്ള ആ ഒരു തെറ്റായ ധാരണ, അത് വ്യാജമായ ഈ ധാരണ തെറ്റാണെന്നുള്ളത് സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈമാനും അതുപോലെ തന്നെ സൽപ്രവർത്തികളും മാത്രമേ സ്വർഗത്തിലേക്കുള്ള താക്കോലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഗണിച്ചിട്ടുള്ളൂ, വെച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിനെ പാപം ചെയ്യാനുള്ള മറയാക്കരുത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നത്, കാരുണ്യത്തെ തരുന്നത്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും എന്നെ കാത്തുരക്ഷിക്കും എന്നുള്ള ആ ഒരു അബദ്ധ വിചാരത്തിൽ നമ്മൾ പാപങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ താക്കീത്. പിന്നീട് വരുന്ന ഭാഗമാണ് ഇനി പഠിക്കാനുള്ള ഭാഗം. മാതാപിതാക്കളോടും ബന്ധുക്കളോടും ദരിദ്രരോടും നല്ല രീതിയിൽ നമ്മൾ പെരുമാറണം എന്നുള്ളത് ഇസ്രായേൽ സന്തതികളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഉടമ്പടിയിൽപ്പെട്ടതാണ്. എന്ത്? മാതാപിതാക്കളോടും ബന്ധുക്കളോടും ദരിദ്രരോടും നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറണം എന്നുള്ളത്. അവരതനുസരിച്ചില്ല, അങ്ങനെയാണ് അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കോപിച്ചത്. നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞ ആ കോപത്തിന്റെ ഒരു ഒരു അവസ്ഥ അവരോട് കാണിച്ച ആ കരാറിൽ നിന്നുണ്ടായ ലംഘനമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമസ്കാരവും അതുപോലെ തന്നെ സകാത്തും നമ്മൾ പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കണം. സകാത്തിലും യാതൊരു ഇളവുമില്ല, അതുപോലെ തന്നെ നമസ്കാരത്തിലും യാതൊരു ഇളവും അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടില്ല. ഈ ഉടമ്പടികൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് നടത്തിയ ഈ ഒരു ഉടമ്പടി അത് ലംഘിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിടാൻ പോകുന്ന തിന്മകള്, നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന പ്രയാസങ്ങളെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പിഴിഞ്ഞ് നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ മൂസ അലൈഹി ഇസ്ലാമിന് കിതാബ് നൽകിയതിനെ കുറിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയക്കുന്നത്, അവർക്ക് കിതാബ് നൽകുന്നത് ഭൂമിയിൽ നന്മ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അഹങ്കാരവും അനുസരണക്കേടും കാരണം അതിൽ നിന്ന് വഴി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താണ്, നരകത്തിലേക്കായിരിക്കും അവരുടെ മടക്കം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ,
അതുപോലെ തന്നെ ഭൂമിയിലുള്ള വസ്തുക്കളെ ആരാധിക്കുന്നത്, അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെ ആരാധിക്കുന്നത് ഷിർക്കാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന ഭാഗത്ത് പഠിപ്പിക്കുന്നതാണ് സത്യം കാണിച്ചിട്ടും നിഷേധിക്കുന്ന സ്വഭാവമുള്ളവർ. അതായത് നമുക്കറിയാം നന്മയാണെന്ന്, എന്നാലും നമ്മുടെ അഹങ്കാരം കൊണ്ട് നമ്മൾ നിഷേധം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇബ്ലീസിന്റെ സ്വഭാവത്തിലേക്ക് നമ്മളെ മാറ്റിയെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ ഇബ്ലീസും ഉണ്ടെന്ന് പറയുന്നത്. മനുഷ്യർ തന്നെയാണ് ഇബ്ലീസായിട്ട് മാറുന്നത്. എങ്ങനെ? സത്യം കണ്ടിട്ടും അതിനെ ആക്സെപ്റ്റ് ചെയ്യാത്ത ആളുകൾ. അത് അഹങ്കാരം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഉള്ളിലെ അഹങ്കാരമാണ് അവൻ അതിൽ നിന്ന് വഴി തെറ്റിക്കുന്നത്. അതാണ് ഇബ്ലീസിന്റെ പറ്റിയ തെറ്റ്. അതുകൊണ്ട് തന്നെ ഇബ്ലീസിന്റെ സ്വഭാവം തന്നെയാണ് മനുഷ്യരിലും ആ സ്വഭാവത്തിനെ ഗണിക്കുന്നത്. ഓക്കെ. മരണത്തിനെ ആഗ്രഹിക്കണമെന്ന് ആ മരണത്തിനെ ഭയന്ന് പിന്മാറിയതാണ് എന്ത് ഇസ്രായേൽ സന്തതികൾ ചെയ്തത്. മരണം അവർക്ക് ഭയങ്കര ഭയമുള്ള കാര്യമാണ്. അവര് എത്രയോ ആയുസ്സിനെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവർക്ക് ഇനിയും ഇനിയും ആയുസ് കൂട്ടിക്കൊടുത്താൽ അവർ അത്രയും സന്തോഷിക്കുന്നവരാണ് എന്നുള്ളതാണ്. എന്നാല് മനുഷ്യർക്ക് ഒരു നിശ്ചിത അവധി വരെ മാത്രമേ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താമസം നിശ്ചയിച്ചിട്ടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നുണ്ടെന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ആ സത്യത്തിനെ അവര് എന്താക്കി? അവര് കളവാക്കി കളഞ്ഞു എന്നാണ്. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോടുള്ള ദേഷ്യം, അത് അള്ളാഹുവിനോടുള്ള ദേഷ്യമായിട്ട് അവര് അവരെ കാണിക്കുന്നു. കാരണം ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ് ഭൂമിയിലേക്ക് അറിവുമായിട്ട് വരുന്നത്. അപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോടുള്ള ദേഷ്യത്തിനെ അവര് അള്ളാഹുവോടുള്ള ദേഷ്യമായിട്ട് അവര് കാണുന്നു. അതുപോലെ തന്നെ ഹാറൂത്ത് മാറൂത്ത് എന്നീ ആളുകൾ വഴി, അതായത് എന്നീ മലക്കുകൾ വഴി, ഓക്കെ, ഹാറൂത്ത് മാറൂത്ത് എന്നീ മലക്കുകൾ ഭൂമിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അത് ഒരിക്കലും അത് നമുക്ക് പരീക്ഷണമല്ലാതെ ആയിട്ടല്ല അത് അയച്ചിട്ടുള്ളത്. അതായത് ദുനിയാവില് ഇന്ന് കാണുന്ന മാരണങ്ങള്, അതുപോലെ തന്നെ സിഹ്ർ, ഇതൊക്കെ ചെയ്യുന്നത് അത് മലക്കുകൾ പഠിപ്പിച്ചത് കാരണമായിക്കൊണ്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്നാൽ ഒരിക്കലും അവര് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടല്ലാതെ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അത് വേറൊരു കഥയാണ്. ആ കഥയിലേക്ക് നമ്മൾ ഇപ്പൊ പോകൂല. നമ്മള് ജസ്റ്റ് പറഞ്ഞിട്ടേ പോകുള്ളൂ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ഇത് പഠിക്കുന്നത്, ഈ ഒരു സിഹ്ർ പഠിക്കുന്നത് ഇത് നമ്മളെ എന്താക്കും? നമ്മളെ കുഫ്റിലേക്ക് നയിക്കും എന്നാണ്. അതായത് ദീനിൽ നിന്ന് പുറത്തു പോകുന്നതിന് കാരണമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സിഹ്ർ പഠിച്ചവരുടെ അടുത്ത് പോകുന്നതൊക്കെ എന്താണ്? അതൊക്കെ കുഫ്റിലേക്ക് നമ്മളെയും കൊണ്ടുപോകുന്ന കാര്യമാണ്. സിഹ്ർ ചെയ്യുന്നത് വേറെ ആളാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരുടെ അടുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും അവരുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്നതൊക്കെ എന്താണ്? അതൊക്കെ നമ്മളെയും ആ കുഫ്റിലേക്ക്, അതായത് ദീനിൽ നിന്ന് പുറത്തു പോകുന്നതിന് കാരണമായിട്ട് മാറും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദീനിനെ വിട്ടിട്ട് ലോകത്തിന്റെ ലാഭം, അതായത് ദുനിയാവ് മാത്രം നേടിയെടുക്കുന്നവർക്ക് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. ദുനിയാവും ആഖിറവും ചോദിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ദുആ ചെയ്യേണ്ടത് എന്നാണ്. ആ ദുനിയാവിലെ ആവശ്യങ്ങൾ മാത്രമായിക്കൊണ്ട് നമ്മുടെ ദുആകളെ ചുരുക്കാൻ പാടില്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറയുന്നത്. അതുപോലെ തന്നെ അവസാന ഭാഗത്തായിട്ട് പറയുന്നത് വിശ്വാസികൾക്ക് എന്താണ് അള്ളാഹുമായിട്ടുള്ള ഉത്തരവാദിത്വം എന്നുള്ള വാക്കുകളിലും അദബ് പാലിക്കണം. അതുപോലെ നമ്മള് അദബോട് കൂടിയിട്ട് വേണം അള്ളാഹുവിനോട് സംസാരിക്കാനും. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളില് അദബ് നമ്മൾ പാലിക്കണം എന്നുള്ളതാണ്. നന്മകൾ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായിട്ട് എണ്ണിക്കണക്കാക്കി നമുക്ക് നൽകും എന്നുള്ളതാണ്. ഇരട്ടി ഇരട്ടിയായിട്ട് തരും എന്നുള്ളതാണ്. എന്നാൽ തിന്മയുടെ ആ ഒരു അളവിന് മാത്രമേ തരികയുള്ളൂ എന്നുണ്ടെങ്കിൽ നന്മകള് അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായിട്ടും നമുക്ക് നൽകും എന്നുള്ളത്. അതുപോലെ തന്നെ നമസ്കാരവും സക്കാത്തും, അതാണ് നമ്മുടെ രക്ഷയുടെ കവാടം. നമ്മൾ കേട്ടിട്ടില്ലേ? പിന്നെ സദഖ ചെയ്യുന്നത് നമ്മുടെ മരണത്തിനെ പോലും അതിന് കാവലാകും എന്നുള്ളതാണ് നമുക്ക് സദഖ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മള് എല്ലാവരും വഴിപ്പെടണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വഴിയാണ് ഏറ്റവും ഉത്തമമായ വഴി. അതാണ് ഋജുവായ വഴി. ഋജുവായ വഴി എന്ന് പറയുന്ന നേരായ വഴി ഇബ്രാഹിം അലൈഹി ഇസ്ലാം കാണിച്ചു തന്ന വഴിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിലാണ് മുസ്ലിം ഉമ്മത്ത് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഒരിക്കലും യഹൂദനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല.
അദ്ദേഹം ശുദ്ധമായ ഏകദൈവ വിശ്വാസിയായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എല്ലാ പ്രവാചകന്മാരിലും നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. ഒരാൾക്ക് മാത്രമായി കൊണ്ടല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമ എത്തിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ അറിവ് എത്തിച്ചു കൊടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല അത് എത്തിച്ചു കൊടുത്തത്, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ തന്നെ എത്തിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിക്കുകയും പ്രവാചകന്മാർ അവരിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രവാചകനോടും നമ്മൾ എന്ത് കാണിക്കാൻ പാടില്ല? നമ്മൾ അന്യായം കാണിക്കാൻ പാടില്ല, വ്യത്യസ്തത കാണിക്കാൻ പാടില്ല. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് ഒരേ ഒന്നാണ്, അതാണ് തൗഹീദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തെ കുറിച്ച് മാത്രം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പ്രവാചകന്മാരും ഭൂമിയിൽ വന്നിട്ടുള്ളത്. നമുക്ക് കടന്നു പോയ എല്ലാ പ്രവാചകന്മാരെയും നമ്മൾ ബഹുമാനിക്കുകയും അവരിൽ നമ്മൾ തൃപ്തിപ്പെടുകയും വേണം. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിലേക്കുള്ള നിയോഗം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദീന് എന്തല്ല കളിക്കോ ലാഭത്തിനോ വേണ്ടിയിട്ടുള്ളതല്ല. അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ സത്യത്തെ നിഷേധിക്കാൻ പാടില്ല. ഈമാന് ശുദ്ധമായ സൽപ്രവർത്തികള്, ഇതുകൊണ്ടാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വഴിയാണ് ഏറ്റവും നേരായ വഴി. അതാണ് ശിർക്കില്ലാത്ത അള്ളാഹുവിലേക്കുള്ള സമർപ്പണം. ഇത്രയും കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. 83ാമത്തെ ആയത്ത് മുതൽ 82 വരെയാണ് നമ്മൾ പഠിച്ചത്. 83ാമത്തെ ആയത്ത് മുതൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. 83ാമത്തെ ആയത്ത് മുതൽ അല്ലാഹുവെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും നന്മ ചെയ്യണം. ജനങ്ങളോട് നല്ല വാക്ക് പറയണം. പ്രാർത്ഥന മുറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് നൽകുകയും ചെയ്യണം എന്നെല്ലാം നാം ഇസ്രായേലിയരോട് കരാർ വാങ്ങിയ സന്ദർഭം ഓർക്കുക. എന്നാൽ ഇസ്രായേൽ സന്തതികളെ പിന്നീട് നിങ്ങളിൽ കുറച്ചു പേരൊഴികെ മറ്റെല്ലാവരും മുഖതയോടെ പിന്മാറുകയാണ് ചെയ്തത്. നിങ്ങൾ അന്യോന്യം രക്തം ചിന്തുകയില്ലെന്നും സ്വന്തം ആളുകളെ കുടിയൊഴിപ്പിക്കുകയില്ലെന്നും നിങ്ങളോട് നാം ഉറപ്പുവാങ്ങിയ സന്ദർഭവും ഓർക്കുക. എന്നിട്ട് നിങ്ങൾ അത് സമ്മതിച്ച് ശരിവെക്കുകയും ചെയ്തു. നിങ്ങൾ അതിന് സാക്ഷികളുമാകുന്നു. എന്നിട്ടും നിങ്ങൾ അത് അസജ്ജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളിൽ ഒരു വിഭാഗത്തെ തന്നെ അവരുടെ വീടുകളിൽ നിന്ന് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നു. തികച്ചും കുറ്റകരവും അതിക്രമപരവുമായ അവർക്കെതിരെ നിങ്ങൾ അന്യോന്യം സഹായിക്കുകയും ചെയ്യുന്നു. തികച്ചും കുറ്റകരമായും അതിക്രമപരമായും അവർക്കെതിരിൽ നിങ്ങൾ അന്യോന്യം സഹായിക്കുകയും ചെയ്യുന്നു. അവർ നിങ്ങളുടെ അടുത്ത് യുദ്ധ തടവുകാരായി വന്നാൽ നിങ്ങൾ മോചനമൂല്യം നൽകി അവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അവരെ പുറന്തള്ളുന്നത് തന്നെ നിങ്ങൾക്ക് നിഷിദ്ധമായിരിക്കുന്നു. നിങ്ങൾ വേദഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ വിശ്വസിക്കുകയും മറ്റു ചിലത് തള്ളിക്കളയുകയും ചെയ്യുകയാണോ? എന്നാൽ നിങ്ങളിൽ നിന്ന് അപ്രകാരം പ്രവർത്തിക്കുന്നവർക്ക് ഇഹലോക ജീവിതത്തിൽ അപമാനകരമായ അല്ലാതെ മറ്റൊരു ഫലവും കിട്ടാനില്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലാവട്ടെ അതികഠിനമായ ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റിയൊന്നും അള്ളാഹു അശ്രദ്ധനല്ല. പരലോകം വിറ്റ് ഇഹലോക ജീവിതം വാങ്ങിയവരാകുന്നു അത്തരക്കാർ. അവർക്ക് ശിക്ഷയിൽ ഇളവ് നൽകപ്പെടുകയില്ല, അവർക്കൊരു സഹായവും ലഭിക്കുകയുമില്ല. മൂസക്ക് നാം ഗ്രന്ഥം നൽകി. അദ്ദേഹത്തിന് ശേഷം തുടർച്ചയായി നാം ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. മറിയമിന്റെ മകനായ ഈസക്ക് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും അദ്ദേഹത്തിന് നാം പരിശുദ്ധാത്മാവിന്റെ പിൻബലം നൽകുകയും ചെയ്തു. എന്നിട്ട് നിങ്ങളുടെ മനസ്സിനെ പിടിക്കാത്ത കാര്യങ്ങളുമായി വല്ല ദൈവദൂതനും നിങ്ങളുടെ അടുത്ത് വരുമ്പോഴൊക്കെ നിങ്ങൾ അഹങ്കരിക്കുകയും ചില ദൂതന്മാരെ നിങ്ങൾ തള്ളിക്കളയുകയും മറ്റു ചിലരെ നിങ്ങൾ വധിക്കുകയും ചെയ്യുകയാണോ? അവർ പറഞ്ഞു, ഞങ്ങളുടെ മനസ്സുകൾ തടഞ്ഞു കിടക്കുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളുടെ മനസ്സുകൾ അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ അതല്ല ശരി. അവരുടെ നിഷേധം കാരണമായി അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണ്. അതിനാൽ വളരെ കുറച്ചേ അവർ വിശ്വസിക്കുന്നുള്ളൂ. അവരുടെ കൈവശമുള്ള വേദത്തെ ശരിവെക്കുന്ന ഒരു ഗ്രന്ഥം ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവർക്ക് വന്നു കിട്ടിയപ്പോൾ അവരത് തള്ളിക്കളയുകയാണ് ചെയ്തത്. അവരാകട്ടെ അത്തരം ഒരു ഗ്രന്ഥവുമായി വരുന്ന പ്രവാചകൻ മുഖേന അവിശ്വാസികൾക്കെതിരെ വിജയം നേടിക്കൊടുക്കാൻ വേണ്ടി മുമ്പ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവർക്ക് സുപരിചിതമായ സന്ദേശം വന്നെത്തിയപ്പോൾ അവരത് നിഷേധിക്കുകയാണ് ചെയ്തത്. അതിനാൽ ആ നിഷേധികൾക്കത്രേ അള്ളാഹുവിന്റെ ശാപം. അള്ളാഹു തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഇച്ഛിക്കുന്നവരുടെ മേൽ തന്റെ അനുഗ്രഹം ഇറക്കി കൊടുക്കുന്നതിലുള്ള ഈർഷ്യ നിമിത്തം അള്ളാഹു അവതരിപ്പിച്ച സന്ദേശത്തെ അവിശ്വസിക്കുക വഴി തങ്ങളുടെ ആത്മാക്കളെ വിറ്റുകൊണ്ട് അവർ വാങ്ങിയ വില എത്ര ചീത്ത. അങ്ങനെ അവർ കോപത്തിനുമേൽ കോപത്തിന് പാത്രമായി തീർന്നു. സത്യനിഷേധികൾക്കത്രേ നിന്ദ്യമായ ശിക്ഷയുള്ളത്.
അള്ളാഹു അവതരിപ്പിച്ചതിൽ ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങൾക്ക് അവതീർണമായ സന്ദേശത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുക. അതിനപ്പുറമുള്ളത് അവർ നിഷേധിക്കുകയും ചെയ്യുന്നു. അവരുടെ പക്കലുള്ള വേദത്തെ ശരിവെക്കുന്ന സത്യസന്ദേശമാണ് താനും അത്. ഖുർആൻ നബിയെ പറയുക, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു മുമ്പൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ നിങ്ങൾ വധിച്ചുകൊണ്ടിരിക്കുന്നത്? സ്പഷ്ടമായ തെളിവുകളും കൊണ്ട് മൂസ നിങ്ങളുടെ അടുത്ത് വരികയുണ്ടായി. എന്നിട്ട് അതിനുശേഷവും നിങ്ങൾ അന്യായമായി കൊണ്ട് കാളക്കുട്ടിയെ ദൈവമാക്കുകയാണല്ലോ ചെയ്തത്. നിങ്ങളോട് നാം കരാർ വാങ്ങുകയും നിങ്ങളുടെ മീതെ പർവ്വതത്തെ നാം ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത സന്ദർഭവും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നാം നൽകിയ സന്ദേശം മുറുകെ പിടിക്കുകയും നമ്മുടെ കൽപ്പനകൾ ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക എന്ന് നാം അനുശാസിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിക്കേണ്ടെന്ന് വെക്കുകയും ചെയ്തിരിക്കുന്നു. അവരുടെ നിഷേധ സ്വഭാവത്തിന്റെ ഫലമായി കാളക്കുട്ടിയോടുള്ള ഭക്തി അവരുടെ മനസ്സുകളിൽ ലയിച്ചു ചേർന്ന് കഴിഞ്ഞിരുന്നു. നബിയെ പറയുക, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ആ വിശ്വാസം നിങ്ങളെ നിർദ്ദേശിക്കുന്ന കാര്യം വളരെ ചീത്ത തന്നെ. നിങ്ങൾ അവരോട് യഹൂദരോട് പറയുക, മറ്റാർക്കും നൽകാതെ നിങ്ങൾക്ക് മാത്രമായി അള്ളാഹു നീക്കിവെച്ചതാണ് പരലോക വിജയമെങ്കിൽ നിങ്ങൾ മരിക്കുവാൻ കൊതിച്ചുകൊള്ളുക. നിങ്ങളുടെ വാദം സത്യമാണെങ്കിൽ അതാണല്ലോ വേണ്ടത്. എന്നാൽ അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചത് കൃത്യങ്ങൾ കാരണമായി അവരൊരിക്കലും മരണത്തെ കൊതിക്കുകയില്ല. അതിക്രമകാരികളെ പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു അള്ളാഹു. തീർച്ചയായും ജനങ്ങളിൽ വെച്ച് ജീവിതത്തോടെ ഏറ്റവും ആർത്തിയുള്ളവരായി അവരെ യഹൂദരെ നിനക്ക് കാണാം. ബഹുദൈവ വിശ്വാസികളെക്കാൾ പോലും അവരിൽ ഓരോരുത്തരും കൊതിക്കുന്നത് തനിക്ക് 1000 കൊല്ലം ആയുസ് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. ഒരാൾക്ക് ദീർഘായുസ് ലഭിക്കുക എന്നത് അയാളെ ദൈവിക ശിക്ഷയിൽ നിന്ന് അകറ്റിക്കളയുന്ന കാര്യമല്ല. അവർ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു. നബിയെ പറയുക, ഖുർആൻ എത്തിച്ചു തരുന്ന ജിബ്രീൽ എന്ന മലക്കിനോടാണ് ആർക്കെങ്കിലും ശത്രുതയെങ്കിൽ അദ്ദേഹം അത് നിന്റെ മനസ്സിൽ അവതരിപ്പിച്ചത് അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ച് മാത്രമാണ്. മുൻ വേദങ്ങളെ ശരിവെച്ചുകൊണ്ടുള്ളതും വിശ്വാസികൾക്ക് വഴികാട്ടുന്നതും സന്തോഷ വാർത്ത അറിയിക്കുന്നതുമായിട്ടാണ് അത് അവതരിച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും അള്ളാഹുവോടും അവന്റെ മലക്കുകളോടും അവന്റെ ദൂതന്മാരോടും ജിബ്രീലിനോടും മീകായിലിനോടും ശത്രുതയാണെങ്കിൽ ആ നിഷേധികളുടെ ശത്രു തന്നെയാകുന്നു അള്ളാഹു. നാം നിനക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളതിൽ സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളാകുന്നു. ധിക്കാരികളല്ലാതെ മറ്റാരും അവയെ നിഷേധിക്കുകയില്ല. അവർ യഹൂദർ ഏതൊരു കരാർ ചെയ്തു കഴിയുമ്പോഴും അവരിൽ ഒരു വിഭാഗം അത് വലിച്ചെറിയുകയാണോ? തന്നെയുമല്ല, അവരിൽ അധിക പേർക്കും വിശ്വാസം തന്നെയില്ല. അവരുടെ പക്കലുള്ള വേദത്തെ ശരിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു ദൂതൻ അവരുടെ അടുത്ത് ചെന്നപ്പോൾ ആ വേദക്കാരിൽ ഒരു വിഭാഗം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ യാതൊരു പരിചയമില്ലാത്തവരെ പോലെ പുറകോട്ട് വലിച്ചെറിയുകയാണ് ചെയ്തത്. സുലൈമാൻ നബിയുടെ രാജവാഴ്ചയുടെ രഹസ്യം എന്ന പേരിൽ ഷാജുക്കൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നത് അവർ ഇസ്രായേലിയർ പിൻപറ്റുകയും ചെയ്തു. സുലൈമാൻ നബി ദൈവനിഷേധം കാണിച്ചിട്ടില്ല. എന്നാൽ ജനങ്ങൾക്ക് മാന്ത്രിക വിദ്യ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഷാജുക്കളാണ് ദൈവനിഷേധത്തിൽ ഏർപ്പെട്ടത്. ബാബിലോണിൽ ഹാറൂത്ത് എന്നും മാറൂത്ത് എന്നും പേരുള്ള 2 മാലാഖമാർക്ക് ലഭിച്ചതിനെ പറ്റി ഷാജുക്കൾ പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരുന്നത് അവർ പിന്തുടർന്നു. എന്നാൽ ഹാറൂത്തും മാറൂത്തും ഏതൊരാൾക്ക് പഠിപ്പിക്കുമ്പോഴും ഞങ്ങളുടേതൊരു പരീക്ഷണം മാത്രമാകുന്നു, അതിനാൽ ഇത് ഉപയോഗിച്ച് ദൈവനിഷേധത്തിൽ ഏർപ്പെടരുതേ എന്ന് അവർ പറഞ്ഞു കൊടുക്കാതിരുന്നില്ല. അങ്ങനെ അവരിൽ നിന്ന് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കാനുള്ള തന്ത്രങ്ങൾ ജനങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അതുകൊണ്ട് യാതൊരാൾക്കും ഒരു ദ്രോഹവും ചെയ്യാൻ അവർക്ക് കഴിയില്ല. അവർക്ക് തന്നെ ഉപദ്രവം ഉണ്ടാക്കുന്നതും ഒരു പ്രയോജനവും ചെയ്യാത്തതുമായ കാര്യമാണ് അവർ പഠിച്ചുകൊണ്ടിരുന്നത്. ആ വിദ്യ ആർ വാങ്ങി കൈവശപ്പെടുത്തിയോ അവർക്ക് പരലോകത്ത് യാതൊരു വിഹിതവും ഉണ്ടാവുകയില്ലെന്ന് അവർ ഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ആത്മാക്കളെ വിറ്റ് അവർ വാങ്ങിയ വില വളരെ ചീത്ത തന്നെ. അവർക്ക് വിവരമുണ്ടായിരുന്നെങ്കിൽ അവർ വിശ്വസിക്കുകയും ദോഷബാധയെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നാൽ അള്ളാഹുങ്കിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം എത്രയോ ഉത്തമമാകുന്നു. അവരത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. സത്യവിശ്വാസികളെ, നിങ്ങൾ നബിയോട് റായിന എന്ന് പറയരുത്, പകരം ഉൻലുർന എന്ന് പറയുകയും ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക. സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നും വല്ല നന്മയും നിങ്ങളുടെ മേൽ ഇറക്കപ്പെടുന്നത് വേദക്കാരിലും ബഹുദൈവ ആരാധകന്മാരിലും പെട്ട സത്യനിഷേധികൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് അവൻ ഇച്ഛിക്കുന്നവരെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. അള്ളാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാണ്. വല്ല ആയത്തും നാം ദുർബലപ്പെടുത്തുകയോ വിസ്മരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പകരം അതിനേക്കാൾ ഉത്തമമായതോ അത് തുല്യമായതോ നാം കൊണ്ടുവരുന്നതാണ്. നിനക്കറിഞ്ഞുകൂടെ അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്ന്? നിനക്കറിഞ്ഞുകൂടെ അള്ളാഹുവിന് തന്നെയാണ് ആകാശഭൂമികളുടെ ആധിപത്യമെന്നും നിങ്ങൾക്ക് അള്ളാഹുവെ കൂടാതെ ഒരു രക്ഷകനും സഹായിയും ഇല്ലെന്നും? മുമ്പ് മൂസയോട് ചോദിക്കപ്പെട്ടതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ റസൂലിനോടും ചോദിക്കുവാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സത്യവിശ്വാസത്തിന് പകരം സത്യനിഷേധത്തെ സ്വീകരിക്കുന്നവരാരോ
അവർ നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു. നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം നിങ്ങളെ അവിശ്വാസികളാക്കി മാറ്റിയെടുക്കുവാനാണ് വേദക്കാരിൽ മിക്കവരും ആഗ്രഹിക്കുന്നത്. സത്യം വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും സ്വാർത്ഥപരമായ അസൂയ നിമിത്തമാണ് അവർ ആ നിലപാട് സ്വീകരിക്കുന്നത്. എന്നാൽ അവരുടെ കാര്യത്തിൽ അള്ളാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക. നിസ്സംശയം അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. നിങ്ങൾ പ്രാർത്ഥന മുറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് നൽകുകയും ചെയ്യുക. നിങ്ങളുടെ സ്വന്തം ഗുണത്തിനായി നിങ്ങൾ നല്ലതായ എന്തൊന്ന് മുൻകൂട്ടി ചെയ്താലും അതിന്റെ ഫലം അള്ളാഹുവിൽ നിങ്ങൾ കണ്ടെത്താവുന്നതാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാകുന്നു. ആർക്കെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ യഹൂദരോ ക്രിസ്ത്യാനിയോ ആവാതെ പറ്റില്ലെന്നാണ് അവർ പറയുന്നത്. അതൊക്കെ അവരുടെ വ്യാമോഹങ്ങളത്രേ. എന്നാൽ നബിയെ പറയുക, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതിന് നിങ്ങൾക്ക് കിട്ടിയ തെളിവ് കൊണ്ടുവന്നു തരൂ എന്ന്. എന്നാൽ ആ കാര്യം അങ്ങനെയല്ല. ഏതൊരാൾ സൽക്കർമ്മകാരിയായിക്കൊണ്ട് അള്ളാഹുവിന് ആത്മസമർപ്പണം ചെയ്തുവോ അവന് തന്റെ രക്ഷിതാവെങ്കിൽ അതിന്റെ പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ്. അത്തരക്കാർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. യഹൂദന്മാർ പറഞ്ഞു, ക്രിസ്ത്യാനികൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന്. ക്രിസ്ത്യാനികൾ പറഞ്ഞു, യഹൂദന്മാർക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന്. അവരെല്ലാവരും വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവരാണ് താനും. അങ്ങനെ അവർ പറഞ്ഞതുപോലെ തന്നെ വിവരമില്ലാത്ത ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവർ തമ്മിൽ ഭിന്നിക്കുന്ന വിഷയങ്ങളിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹു അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. അള്ളാഹുവിന്റെ പള്ളികളിൽ അവന്റെ നാമം പ്രകീർത്തിക്കുന്നതിന് തടസ്സമുണ്ടാക്കുകയും അവയുടെ പള്ളികളുടെ തകർച്ചക്കായി ശ്രമിക്കുകയും ചെയ്തവനേക്കാൾ വലിയ അതിക്രമകാരി ആരുണ്ട്? ഭയപ്പാടോട് കൂടിയല്ലാതെ അവർക്ക് ആ പള്ളികളിൽ പ്രവേശിക്കാവതല്ലായിരുന്നു. അവർക്ക് ഇഹലോകത്ത് നിന്ദ്യതയാണുള്ളത്, പരലോകത്താകട്ടെ കഠിന ശിക്ഷയും. കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റെത് തന്നെയാകുന്നു. നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചാലും അവിടെ അള്ളാഹുവിന്റെ മുഖമുണ്ടായിരിക്കും. അള്ളാഹു പൂർണ്ണമായ കഴിവുള്ളവനും സർവജ്ഞനുമാകുന്നു. അവർ പറയുന്നു, അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. അവനത്രേ പരിശുദ്ധൻ. അങ്ങനെയല്ല, ആകാശഭൂമികളിലുള്ളതെല്ലാം തന്നെ അവന്റേതാകുന്നു. എല്ലാവരും അവന് കീഴ്പ്പെടുന്നവരാകുന്നു. ആകാശങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ നിർമ്മിച്ചവനത്രേ അവൻ. അവനൊരു കാര്യം തീരുമാനിച്ചാൽ ഉണ്ടാകൂ എന്ന് പറയുക മാത്രമേ വേണ്ടതുള്ളൂ, ഉടനെ അതുണ്ടാകുന്നു. വിവരമില്ലാത്തവർ പറഞ്ഞു, എന്തുകൊണ്ട് ഞങ്ങളോട് അള്ളാഹു നേരിട്ട് സംസാരിക്കുന്നില്ല? അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു ദൃഷ്ടാന്തം വന്നു കിട്ടുന്നില്ല? എന്നാൽ ഇവർ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് മുമ്പുള്ളവരും പറഞ്ഞിട്ടുണ്ട്. ഇവർ രണ്ടു കൂട്ടരുടെയും മനസ്സുകൾക്ക് തമ്മിൽ സാമ്യമുണ്ട്. ദൃഢമായി വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തങ്ങൾ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ദൃഢമായി വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് നാം ദൃഷ്ടാന്തങ്ങൾ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും നിന്നെ നാം സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായിക്കൊണ്ട് സത്യമായി അയച്ചിരിക്കുകയാണ്. നരകാവകാശികളെ പറ്റി നീ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. യഹൂദർക്കോ ക്രിസ്ത്യാനികൾക്കോ ഒരിക്കലും നിന്നെപ്പറ്റി തൃപ്തി വരികയില്ല, നീ അവരുടെ മാർഗം പിൻപറ്റുന്നത് വരെ. പറയുക, അള്ളാഹുവിന്റെ മാർഗദർശനമാണ് യഥാർത്ഥ മാർഗദർശനം. നിനക്ക് അറിവ് വന്നു കിട്ടിയതിനു ശേഷം അവരുടെ തന്നിഷ്ടങ്ങളെയൊന്നും നീ പിൻപറ്റിപ്പോയാൽ അള്ളാഹുവിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാനോ സഹായിക്കുവാനോ ആരും ഉണ്ടാവില്ല. നാം ഈ ഗ്രന്ഥം നൽകിയത് ആർക്കാണോ അവരത് പാരായണത്തിന്റെ മുറപ്രകാരം പാരായണം ചെയ്യുന്നു, അവരതിൽ വിശ്വസിക്കുന്നു. എന്നാൽ ആരതിൽ അവിശ്വസിക്കുന്നുവോ അവർ തന്നെയാണ് നഷ്ടം പറ്റിയവർ. ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളും ജനവിഭാഗങ്ങളിൽ നിങ്ങളെ നാം ഉത്കൃഷ്ടരാക്കിയതും നിങ്ങൾ ഓർക്കുക. ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടിയും ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത, ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടാത്ത, ഒരാൾക്കും ഒരു ശുപാർശയും പ്രയോജനപ്പെടാത്ത, ആർക്കും ഒരു സഹായം ലഭിക്കാത്ത ഒരു ദിവസത്തെ, ന്യായവിധിയുടെ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. ഇബ്രാഹീമിനെ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് ചില കൽപ്പനകൾ കൊണ്ടും പരീക്ഷിക്കുകയും അദ്ദേഹം അത് നിറവേറ്റുകയും ചെയ്ത കാര്യവും നിങ്ങൾ സ്മരിക്കുക. അള്ളാഹു അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യർക്ക് നേതാവാക്കുകയാണ്. ഇബ്രാഹിം പറഞ്ഞു, എന്റെ സന്തതികളിൽപ്പെട്ടവരെയും നേതാക്കളാക്കണമേ. അള്ളാഹു പറഞ്ഞു, ശരി, പക്ഷേ എന്റെ ഈ നിശ്ചയം അതിക്രമകാരികൾക്ക് ബാധകമായിരിക്കുകയില്ല. ആ ഭവനത്തെ കഅബയെ ജനങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലവും ഒരു സുരക്ഷിത കേന്ദ്രവുമാക്കി നാം നിശ്ചയിച്ചതും ഓർക്കുക. ഇബ്രാഹിം നിന്ന് നമസ്കരിച്ച പ്രസ്ഥാനത്തെ നിങ്ങളും നമസ്കാര പ്രാർത്ഥനാ വേദിയായി സ്വീകരിക്കുക. ഇബ്രാഹിമിനും ഇസ്മായിലിനും നാം കൽപ്പന നൽകിയത് തവാഫ് ചെയ്യുന്നവർക്കും ഇഅ്തികാഫ് ഇരിക്കുന്നവർക്കും തലകുനിച്ചും സാഷ്ടാംഗം ചെയ്ത് നമസ്കരിക്കുന്നവർക്കും വേണ്ടി എന്റെ ഭവനത്തെ നിങ്ങൾ ഇരുവരും ശുദ്ധമാക്കി വെക്കുക എന്നതായിരുന്നു. എന്റെ രക്ഷിതാവേ, ഇതൊരു നിർഭയ നാടാക്കുകയും ഇവിടുത്തെ താമസക്കാരിൽ നിന്ന് അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് കായ്ക്കനികൾ ആഹാരമായി നൽകുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം പ്രാർത്ഥിച്ച സന്ദർഭവും ഓർക്കുക. അള്ളാഹു പറഞ്ഞു, അവിശ്വസിച്ചവർക്കും ഞാൻ ആഹാരം നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഇതാണ് അള്ളാഹു
അള്ളാഹു എന്ന് പറയുന്നത് വിശ്വസിച്ചവർക്കും അവിശ്വസിച്ചവർക്കും ഒരുപോലെ ആഹാരം നൽകുന്നവനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ദുനിയാവിൽ കാണുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത്. എന്തുകൊണ്ടാണ് തിന്മ ചെയ്തവരും അവരെന്തുകൊണ്ടാണ് ഉയർത്തിയത്, അവർക്ക് എന്തുകൊണ്ടാണ് എല്ലാ ഖൈറും ഉള്ളത്? എല്ലാത്തിനും കാരണം എന്താണ്? അള്ളാഹുവിന്റെ റഹ്മത്താണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്. അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിപ്പിന് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യൂല? ആ ഭക്ഷണം അവൻക്കുള്ള റിസ്ക് തടഞ്ഞു വെക്കൂല എന്നുള്ളത്. എന്നാൽ അവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വേറെ തന്നെയാണ് പ്രതിഫലം നൽകുന്നത്. സുബ്ഹാനല്ലാഹ്, 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 സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറഞ്ഞു, അവിശ്വസിച്ചവരിനും ഞാൻ ആഹാരം നൽകുന്നതാണ്. പക്ഷേ അല്പകാലത്തെ ജീവിത സുഖം മാത്രമാണ് അവന് നൽകുക. പിന്നീട് നരകശിക്ഷ ഏൽക്കാൻ ഞാൻ അവനെ നിർബന്ധിതനാക്കുന്നതാണ്. അവന് ചെന്നു ചേരാനുള്ള ആ സ്ഥലം വളരെ ചീത്ത തന്നെ. ഇബ്രാഹിമും ഇസ്മായിലും കൂടി ആ ഭവനത്തെ കാബയുടെ അടിത്തറ കെട്ടി ഉയർത്തിക്കൊണ്ടിരുന്ന സന്ദർഭവും അനുസ്മരിക്കുക. അവർ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും അവസാനം നമ്മളിത് അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. നീ തീർച്ചയായും എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങൾ ഇരുവരെയും നിനക്ക് കീഴ്പ്പെടുന്നവരാക്കുകയും ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിനക്ക് കീഴ്പ്പെടുന്ന ഒരു സമുദായത്തെ ഉണ്ടാക്കുകയും ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ അത്യധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് ഞങ്ങളുടെ സന്താനങ്ങൾക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിച്ചു കൊടുക്കുകയും വേദവും വിജ്ഞാനവും അഭ്യസിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിൽ നിന്ന് തന്നെ നീ നിയോഗിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ പ്രതാപവാനും അഗാധജ്ഞാനിയുമാകുന്നു. നമ്മളൊക്കെ ലൈഫില് നമ്മള് ജനിച്ചത് നമ്മള് ദീനിലായിക്കൊണ്ട് മാതാപിതാക്കൾക്ക് ജനിച്ചവരാണ് അല്ലെ. നമ്മുടെ ലൈഫിൽ വന്ന ഈ അനുഗ്രഹങ്ങൾ നമ്മൾ ദീനിലായി എന്നത് നമ്മൾക്ക് മുൻപ് കടന്നു പോയ സമുദായങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് നൽകിയ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് നമ്മളെന്നാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ദുആക്കുള്ള ഉത്തരമായിക്കൊണ്ടാണ് ഞാൻ നിയോഗിതനായത് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും അവരുടെ ആ മുൻകടന്നു പോയ സമുദായങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് നമ്മൾ. അപ്പൊ നമുക്ക് കിട്ടിയ ഈ അനുഗ്രഹം, നമുക്ക് കിട്ടിയ ഈ ദീന്, നമ്മൾ ഈ ദീനിലായത് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് റഹ്മത്തായിട്ട് മുൻകടന്നു പോയ സമുദായങ്ങൾ ചെയ്ത ദുആകളുടെ ഉത്തരമായിക്കൊണ്ട് നമുക്ക് നൽകിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വരും തലമുറകൾക്ക് വേണ്ടിയും നമ്മൾ ദുആകളിൽ ഉൾപ്പെടണം. നമ്മൾ ദുആ ചെയ്യണം അവർക്ക് വേണ്ടിയിട്ട്. അവർക്ക് എല്ലാവർക്കും ഇതുപോലെ തന്നെ ഇതിനേക്കാളും ഉത്തമമായ രീതിയിൽ അവർക്ക് ദീനിൽ ഉറച്ചു നിൽക്കാനും ദീനിൽ ഉയരാനും ദീനിലായിക്കൊണ്ട് തന്നെ ജീവിച്ചു മരിക്കാനും അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സ്വന്തം ആത്മാവിനെ മൂഢനാക്കിയവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹിമിന്റെ മാർഗത്തോട് വിമുഖത കാണിക്കുക? ഇഹലോകത്തിൽ അദ്ദേഹത്തെ നാം വിശിഷ്ടനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. പരലോകത്ത് അദ്ദേഹം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും. നീ കീഴ്പ്പെടുക എന്ന് അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ സർവ്വലോക രക്ഷിതാവിന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇബ്രാഹിം യാക്കോബ് അവരുടെ സന്തതികളോട് ഇത് കീഴ്വഴക്കം ഉപദേശിക്കുക കൂടി ചെയ്തു. എന്റെ മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് ഈ മതത്തെ വിശിഷ്ടമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിനാൽ അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായി മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാനിടയാകരുത്. ഇങ്ങനെയാണ് അവർ ഓരോരുത്തരും ഉപദേശിച്ചത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ രണ്ട് സന്തതികളിലെ രണ്ട് പരമ്പരകളാണ്. ഒന്ന് മുസ്ലിം ഉമ്മത്തും രണ്ടാമത് ഇസ്രായേലി സമൂഹവും. ഇസ്രായേലി സമൂഹത്തിൽ നിന്ന് പിന്നെ വന്നതാണ് ആര്? ക്രൈസ്തവ സമൂഹം വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് മില്ലത്താണ് ഉള്ളത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിലെ രണ്ട് മക്കളിലൂടെ കടന്നു വന്ന രണ്ട് സമൂഹങ്ങളാണ് നമ്മളും അവരും. അപ്പൊ വേദഗ്രന്ഥം പറയുന്ന ആളുകള് അവരും എന്താണ്? നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. നമ്മളെ പിതാവിന്റെ വേറൻ മക്കളിലെ സഹോദരങ്ങളാണ്
നമുക്കുള്ള അവര്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരോടുള്ള നമ്മുടെ ബന്ധം എന്ന് പറഞ്ഞാല് നമുക്ക് രക്തബന്ധമാണ് ശരിക്കും അവരുമായിട്ടുള്ളത്. എന്നാൽ എന്താണ്, അവർ വഴിപിഴച്ചു പോയതോട് കൂടിയിട്ട് അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചതാണ്. നമുക്കും എപ്പോഴും ഈ ഒരു ഇത് നമ്മുടെ ഉള്ളിൽ വേണം. കാരണം സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ഒരു കോപത്തിനും ആ ഒരു ശാപത്തിനും ഇടയായ സമൂഹത്തിലേക്ക് നമ്മൾ ആവാതിരിക്കാന് നമ്മള് ഏറ്റവും നന്നായിട്ട് ഏറ്റവും ഉത്തമമായിട്ട് നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പഠിപ്പിക്കുന്നത്. എനിക്ക് ശേഷം ഏതൊരു ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുക എന്ന് യാക്കോബ് മരണ ആസന്നമായ സന്ദർഭത്തിൽ തന്റെ സന്തതികളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ അവിടെ സന്നിഹിതരായിരുന്നു. അവർ പറഞ്ഞു, താങ്കളുടെ ആരാധ്യനായ താങ്കളുടെ പിതാക്കളായ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ഇസ്ഹാക്കിന്റെയും ആരാധ്യനായ ഏക ദൈവത്തെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക. ഞങ്ങൾ അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും. ഇവിടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ 2 മക്കളെയാണ് ഇസ്മായിലും ഇസ്ഹാക്കും അലൈഹിസ്സലാം. അപ്പൊ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിലാണ് ആര് നമ്മളുള്ളത്. ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിലാണ് ആരുള്ളത്, യാക്കൂബ് അലൈഹി ഇസ്ലാമും യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ സന്തതി പരമ്പരകളും. അതിലാണ് മൂസ അലൈഹി ഇസ്ലാം ഉള്ളത്, അതിലാണ് ഈസ അലൈഹി ഇസ്ലാം വന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മള് നമ്മുടെ പൂർവികന്മാരെ നമ്മൾ ആലോചിക്കേണ്ടത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കഴിഞ്ഞുപോയ ഒരു സമുദായമാകുന്നു, അവർ പ്രവർത്തിച്ചതിന്റെ ഫലം അവർക്കാകുന്നു, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലം നിങ്ങൾക്കും. അവർ പ്രവർത്തിച്ചതിനെ പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. നിങ്ങൾ യഹൂദരോ ക്രൈസ്തവരോ ആയാലും നേർവഴിയിലാകൂ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ നീ പറയുക, അതല്ല, വക്രതയില്ലാത്ത ശുദ്ധമനസ്കനായിരുന്ന ഇബ്രാഹിമിന്റെ മാർഗമാണ് പിൻപറ്റേണ്ടത്. അദ്ദേഹം ബഹുദൈവാരാധകരിൽ പെട്ടവനായിരുന്നില്ല. നിങ്ങൾ പറയുക, അള്ളാഹുലും അവൻകിൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിച്ചു കിട്ടിയതിലും ഇബ്രാഹിമിലും ഇസ്മായിലും ഇസ്ഹാക്കിലും യാക്കൂബ് സന്തതികൾക്കും അവതരിപ്പിച്ചു കൊടുത്തതിലും മൂസ ഈസ എന്നിവർക്ക് നൽകപ്പെട്ടതിലും പ്രവാചകന്മാർക്കും അവരുടെ രക്ഷിതാവിങ്കിൽ നിന്ന് നൽകപ്പെട്ട സന്ദേശങ്ങളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവരിൽ ആർക്കിടയിലും ഞങ്ങൾ വിവേചനം കൽപ്പിക്കുകയില്ല. ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാകുന്നു. അതാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ ആരാണ്? നമ്മുടെ സ്വന്തം എന്ന് പറയുന്നവരാണ് അവരിലെല്ലാവരും ആ പ്രവാചകന്മാരിലെല്ലാവരിലും നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറയണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിങ്ങൾ ഈ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചിരുന്നാൽ അവർ നേർമാർഗത്തിലായി കഴിഞ്ഞു. അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിലോ അവരുടെ നിലപാട് കക്ഷി മാത്സര്യം മാത്രമാകുന്നു. അവരിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ അള്ളാഹു മതി. അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. അള്ളാഹു നൽകിയ വർണ്ണമാകുന്നു നമ്മുടേത്. അള്ളാഹുവിനേക്കാൾ നന്നായി വർണ്ണം നൽകുന്നവൻ ആരുണ്ട്? അവനെയാകുന്നു ഞങ്ങൾ ആരാധിക്കുന്നത്. നബിയെ പറയുക, അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ? അവൻ നിങ്ങളുടെയും രക്ഷിതാവാണല്ലോ. ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ കർമ്മഫലങ്ങളാണ്, നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കർമ്മഫലങ്ങളും. ഞങ്ങൾ അവനോട് ആത്മാർത്ഥത പുലർത്തുന്നവരാകുന്നു. അതല്ല, ഇബ്രാഹിമും ഇസ്മായിലും ഇസ്ഹാക്കും യാക്കൂബ് സന്തതികളുമെല്ലാം തന്നെ യഹൂദരോ ക്രൈസ്തവരോ ആയിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? നബിയെ ചോദിക്കുക, നിങ്ങൾക്കാണോ കൂടുതൽ അറിവുള്ളത്, അതോ അള്ളാഹുവിനോ? അള്ളാഹുങ്കിൽ നിന്ന് ലഭിച്ചതും തന്റെ പക്കലുള്ളതുമായ സാക്ഷ്യം മറച്ചുവെച്ചതിനേക്കാൾ വലിയ അതിക്രമകാരി ആരുണ്ട്? നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊന്നും അള്ളാഹു അശ്രദ്ധനല്ല തന്നെ. ഇതില് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പറയുന്നത് അതായത് ക്രൈസ്തവര്, യഹൂദര് ഇതൊക്കെ ഒരു സാമൂഹികമായിട്ട് പേരുണ്ടാക്കിയെടുത്തതാണ്. എന്നാല് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് എന്താണ്? നേരായ ഋജുവായ മാർഗം, അള്ളാഹുവെ അല്ലാതെ ആരാധിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മാർഗമാണ്. അത് തന്നെയാണ് ഇസ്മായിലും ഇസ്ഹാക്കും പറഞ്ഞത്. അത് തന്നെയാണ് യാക്കൂബ് സന്തതികൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അതിനുശേഷം വന്ന സമൂഹമാണ് അവരെ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ട് കക്ഷ്യമാത്സര്യം കൊണ്ട് വേറെ വേറെ രീതിയിലേക്ക് അവരെ മാറ്റിയെടുത്തത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് കഴിഞ്ഞുപോയ ഒരു സമുദായമാകുന്നു, അവർ പ്രവർത്തിച്ചതിന്റെ ഫലം അവർക്കാകുന്നു, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലം നിങ്ങൾക്കും. അവർ പ്രവർത്തിച്ചതിനെ പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയില്ല. ഇത്രയും ഭാഗമാണ് നമ്മളെ ഇന്നത്തെ ഭാഗത്തുള്ളത്. അരജുസിന്റെ ഭാഗത്തുള്ളത് 141 ആയത്ത്. ഇതിലെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാതാപിതാക്കളോടും നമ്മുടെ കുടുംബങ്ങളോടും നമുക്കുള്ള കടമകളും നമുക്കുള്ള കടപ്പാടും നമുക്കുള്ള സ്നേഹബന്ധവും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ കരാർ വാങ്ങിച്ച പോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് കഴിഞ്ഞുപോയ സമുദായങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കരാർ ചെയ്തിട്ടുണ്ടായിരുന്നു മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണം എന്നുള്ളത്. അതൊരു കരാറാണ്. അള്ളാഹുമായിട്ട് നമ്മളെ സൃഷ്ടിപ്പ് നടത്തിയ സൃഷ്ടാവിന്റെ കരാറാണ്. നിങ്ങൾ ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോടും
നിങ്ങളുടെ ബന്ധുമിത്രാദികളോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം എന്നുള്ളത്. അവരോട് ഒരിക്കലും അനീതി കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവരെ നിങ്ങൾ ചവിട്ടി താഴ്ത്താനും പാടില്ല. അവരും നമ്മുടെ കൂടെ തന്നെയുള്ളവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മളെയും സൃഷ്ടിച്ചവനാണ്. അവന്റെ കൽപ്പനയാണ് അവരോട് നല്ല രീതിയിൽ പെരുമാറണം. അവരെ ഏറ്റവും ഉത്തമമായ രീതിയിൽ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. നമ്മുടെ അടുത്ത് വന്ന് അവരിന്ന് വാർദ്ധക്യത്തിലാണ് അല്ലെ, പക്ഷെ ഒരു കാലത്ത് അവര് പ്രതാപത്തിലായിരുന്ന സമയത്ത് നമ്മളെ ഏറ്റവും ഉത്തമമായ രീതിയിലാണ് അവര് നമ്മളെ വളർത്തി വലുതാക്കിയത്. ഇന്ന് അവര് പ്രതാപം ക്ഷയിച്ചു, അവർക്ക് സഹായത്തിന് ഒരാളുടെ ആവശ്യം വന്ന സമയത്ത് നമ്മൾ അവരെ കൈവിട്ട് കളയുകയും അവരെ നമ്മൾ നോക്കാതെയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാതെയും പോവുക എന്ന് പറയുന്നത് നാളെ ഒരു ദിവസം ഇതേ അവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പം നമുക്ക് ശേഷം വരുന്ന തലമുറ നമ്മളോട് ഇതിനേക്കാളും വേഴ്സായിട്ട് പെരുമാറുന്നതിന് കാരണമായിട്ട് മാറും. നമ്മളിൽ നിന്ന് എന്താണോ കണ്ടത് അതാണ് നമ്മുടെ മക്കള് പകർന്നു കിട്ടുന്നത്. അവരത് വെച്ച് തന്നെയാണ് നമ്മളോട് പകരം വീട്ടാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മളിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കളോട് നിന്ദ്യത പാടില്ല. അതുപോലെ മാതാപിതാക്കളോട് ഛേ എന്നുള്ളൊരു വാക്ക് പോലും പറയാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവരുടെ അടുത്ത് തിന്മകൾ ഉണ്ടാവും, അവരുടെ അടുത്ത് നമുക്ക് കാണാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിന്റെ ഒക്കെ കാരണം എന്താണ്? അവര് പ്രായമായി നമുക്ക് കീഴിലായിട്ട് നിന്നു എന്നുള്ളതാണ്. അവരിപ്പോ സ്വന്തമായിട്ട് പ്രതാപത്തിലായിരുന്നുവെങ്കിൽ ഒരിക്കലും അവര് നമുക്ക് കീഴിലായിട്ട് നിൽക്കുമായിരുന്നില്ല. അവരൊരിക്കലും നമുക്ക് കീഴിൽ നിന്നിട്ട് അവർ നമ്മളോട് സഹായം ചോദിക്കുമായിരുന്നില്ല. അവരൊരിക്കലും നമ്മുടെ മുന്നിൽ കൈനീട്ടുമായിരുന്നില്ല. അവർക്ക് സ്വന്തമായിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അവരെന്താ ചെയ്തത്? നമ്മളൊക്കെ വളർത്താൻ വേണ്ടിയിട്ട്, നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ട് അവരുടെ ആരോഗ്യത്തെ അവർ നശിപ്പിക്കുകയും അവരുടെ സമ്പത്തിനെ അവർ ചെലവഴിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇന്ന് അവര് പാപ്പരായി പോയത്. അതിന്റെ പേരില് അവർക്ക് കൊടുക്കേണ്ടത് സഹായം നിഷേധിക്കുകയും നീ നോക്ക് ഞാൻ നോക്ക് എന്ന രീതിയിൽ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന മാതാപിതാക്കളായിട്ട് പോകുന്ന എത്രയോ മാതാപിതാക്കൾ നമുക്കിടയിലുണ്ട്. അവരുടെ പ്രയാസം, അവരുടെ വിഷമം എന്ന് പറയുന്നത് എല്ലാ മക്കളും ഒരുപോലെ ജീവിക്കണം, സന്തോഷത്തിൽ ജീവിക്കണം എന്നതുകൊണ്ട് അവരതിനെ മൂടി വെക്കുകയും അവരത് മനസ്സിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് കാണാൻ കഴിയാത്ത മാനസിക വിഷമത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് കാണിക്കേണ്ട കാരുണ്യം എന്ന് പറയുന്നത് ദുനിയാവിലെ മറ്റെന്തിനു കൊടുക്കാളും വലുത് നമ്മൾ കാണേണ്ടത് നമ്മുടെ മാതാപിതാക്കളോട് കാണിക്കേണ്ട കാരുണ്യം തന്നെയാണ്. അതിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്. ആ ഒരു കരാറിൽ ഒരിക്കലും നമ്മള് കുറവ് വരുത്താൻ പാടില്ല. അള്ളാഹുവിന്റെ കോപത്തിന് അത് ബാധിക്കും. ആ കോപം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത കോപമായിരിക്കും. കാരണം ഒരിക്കലും നമ്മളിൽ നിന്ന് ആ നിന്ദ്യത അവർ നമ്മളിൽ നിന്ന് വിട്ടുമാറിക്കഴിഞ്ഞാല്, ആ ഒരു ഖബറിലേക്ക് മടങ്ങിക്കഴിഞ്ഞാല് ആ ഒരു തിന്മക്കുള്ള ശിക്ഷ ഒരിക്കലും നമുക്ക് ഇളവ് ചെയ്യപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ പല മക്കളും ഇന്ന് അനുഭവിക്കുന്ന നിന്ദ്യതയും പതിത്വവും അവരുടെ പ്രയാസങ്ങളും അവരുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ശാപത്തിന്റെ ഭാഗമാണോ എന്ന് അവർ നോക്കേണ്ടതാണ്. അവരെ വിചിന്തനം ചെയ്യുക. എന്തെങ്കിലും തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് പാപമോചനം തേടുകയും തിരിച്ച് മടങ്ങുകയും ചെയ്യുക. അവരോടുള്ള ഹിദ്മത്ത് ഏറ്റവും ഉത്തമമായ രീതിയിൽ പൂർത്തിയാക്കിക്കൊണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക തന്നെ ചെയ്യും. കാരണം മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് പാല്, അതിനെ മുൻനിർത്തി നമ്മൾ ദുആ ചെയ്താല് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാതാപിതാക്കൾക്ക് ഒരു നന്മ ചെയ്തുകൊണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾക്ക് കാണുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. رب هب لي من الصالحين. رب هب لي من الصالحين. رب هب لي من الصالحين. رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. يا غني الله أغنني بفضلك من سواك. ربي أنزلني منزل مبارك أنت خير المنزلين. اللهم يسر ولا تؤثر وتمم بالخير. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. ربي أنزلني منزل مبارك أنت خير المنزلين. اللهم يسر ولا تؤثر وتمم بالخير.
സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ ഇഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫനി വർസുഖ്നി വഅദിനി വഅഫിനി ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم إنا نسألك جنات الفردوس الأعلى اللهم إنا نسألك جنات الفردوس الأعلى اللهم إنا نسألك جنات الفردوس الأعلى. ربي أنزلني منزل مبارك أنت خير المنزلين. اللهم يسر ولا تؤثر وتمم بالخير. ربي إني لما أنزلت إلي من خير فقير. ربي إني لما أنزلت إلي من خير فقير. ربي إني لما أنزلت إلي من خير فقير. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري آمين 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 برحمتك يا أرحم الراحمين. അള്ളാഹുവെ, മാതാപിതാക്കളോട് അറിഞ്ഞുകൊണ്ട് അറിയാതെയോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് തരികയും ഞങ്ങൾക്ക് നേരായ മാർഗം നീ കാണിച്ചു തരികയും ഞങ്ങളുടെ തിന്മകളെ നീ നീക്കി തരികയും അള്ളാഹുവെ ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്ത് മാപ്പാക്കി തരികയും ഞങ്ങൾക്ക് അള്ളാഹുവെ ലോകത്തും പരലോകത്തും വിജയം വരിച്ച് നിന്റെ ഉത്തമരായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ നിന്ന് മുൻകടന്നൊക്കെ പോയ സമൂഹങ്ങൾക്ക് അള്ളാഹുവെ അവർക്ക് നീ പാപമോചനം നൽകുകയും അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മാതാപിതാക്കളുള്ളവരുണ്ടെങ്കിൽ അള്ളാഹുവെ അവർക്ക് നീ പാപമോചനം നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ അവർക്ക് നീ പുറത്ത് മാപ്പ് നൽകണമേ. അള്ളാഹുവെ ലോകത്തും പരലോകത്തും വിജയം വരിച്ച് നിന്റെ ഉത്തമരായ അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരികയും ഞങ്ങളെ സന്തതി പരമ്പരകൾക്ക് അള്ളാഹുവെ മാതാപിതാക്കളോട് കാരുണ്യം കാണിക്കുന്ന ഏറ്റവും ഉത്തമരായ സമൂഹമായി മാറാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ അർഹമർ റഹീമീനായ അല്ലാഹു, യാ ദൽ ജലാലിൽ ഇക്റാമായ അല്ലാഹു, ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹു, അഹദുൽ സമദുമായ അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരികയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കുകയും ചെയ്യണമേ. സമൂഹത്തിൽ സംഭവിച്ചിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അവർക്ക് നീ പൂർണ്ണമായ മോചനം നൽകുകയും അള്ളാഹുവെ അവരുടെ ഡിസ്കിൽ നീ ആയുസ്സും ആരോഗ്യം വർധനവും നൽകി അള്ളാഹുവെ അവർക്ക് നീ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ കൂടെ ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചെയ്തു തരണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞങ്ങളുടെ ജീവിത മാർഗങ്ങളെ ഞങ്ങൾക്ക് തുറന്നു തരികയും അള്ളാഹുവെ അത് നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ ഏറ്റവും ഉത്തമമായ രീതിയിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബജീവിതങ്ങളിൽ ഞങ്ങളുടെ ബന്ധുക്കളിൽ ഞങ്ങളെ സ്നേഹങ്ങളിൽ അള്ളാഹുവെ നീ സന്തോഷം സുഖവും സമാധാനവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ സന്തതി പരമ്പരകളെ സമൂഹത്തിന് ഉത്തമരായ സമൂഹമാക്കി നീ അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീനായ അല്ലാഹുവേ, ഖുർആന്റെ അഹ്ലുകാരിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരികയും അതിനുവേണ്ടി ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന നിന്റെ ഉത്തമ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പരിപൂർണമായി അല്ലാഹുവേ നിന്നോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരികയും അല്ലാഹുവേ അതിന് അല്ലാഹുവേ നിന്നോട് ഞങ്ങൾക്ക് എപ്പോഴും റഹ്മത്തും ബർക്കത്തും നീ നൽകുന്നതിന് അല്ലാഹുവേ എപ്പോഴും നന്ദി കാണിക്കുന്ന ഹൃദയമുള്ളവരാക്കി നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭൂമിയിലൂടെ നടക്കുമ്പോൾ അല്ലാഹുവേ വിനയമുള്ള ഉത്തമരായ നിന്റെ അടിമകളാകാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആയുസ്സും ആരോഗ്യം നൽകി അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുത്ത് അല്ലാഹുവേ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ സഹോദരങ്ങളിൽ അല്ലാഹുവേ പ്രയാസം അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കി കൊടുക്കണമേ. ഞങ്ങൾ അല്ലാഹുവേ കുഞ്ഞുങ്ങളില്ലാതെ മക്കളില്ലാതെ പ്രയാസം അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കുകയും സ്വാലിഹീങ്ങളായ കണ്ണിന് കുളിർമയെന്ന ഉത്തമരായ സന്തതി പരമ്പരകളെ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ കടം കൊണ്ട് പൊതിമുട്ടുന്ന പ്രയാസപ്പെടുന്ന എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ. യാ റഹ്മാൻ റഹീമീനെ അല്ലാഹുവേ ഈ ഇൽമിന്റെ മജ്ലിസിനെ അല്ലാഹുവേ നീ ഉയർത്തി തരികയും അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ആലയിൽ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാനുള്ള സബബാക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. മലക്കുകൾ ആമീൻ പറയുന്ന ഉത്തമരായ മജ്ലിസായി ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ അനുഗ്രഹിച്ച് സ്വീകരിക്കണമേ. അല്ലാഹുവേ റമദാനിലെ അല്ലാഹുവേ നിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും അല്ലാഹുവേ ഉത്തമമായ രീതിയിൽ അല്ലാഹുവേ റമദാനിലെ അല്ലാഹുവേ സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അല്ലാഹുവേ ഞങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ആലയിൽ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാനുള്ള തൗഫീക്കിനെ നൽകി അനുഗ്രഹിക്കണമേ. ആമീൻ ആമീൻ ആമീൻ. ഞങ്ങളുടെ മടക്കസ്ഥാനം അല്ലാഹുവേ ഉത്തമമായ ദിവസങ്ങളും ഉത്തമമായ സ്ഥലങ്ങളും ഉത്തമമായ സമയങ്ങളുമാക്കി അല്ലാഹുവേ അനുഗ്രഹിക്കണമേ. മലക്കുകൾ ആമീൻ പറയുന്ന മലക്കുകൾ സലാം ചൊല്ലി വിളിക്കുന്ന ഉത്തമരായ അടിമകളാകാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമീൻ 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 برحمتك يا ارحم الراحمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربي انزلني منزل مبارك انت خير المنزلين. امين امين امين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتوب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتوب علينا إنك أنت التواب الرحيم. ربي أنزلني منزل مبارك أنت خير المنزلين. آمين آمين. السلام عليكم ورحمة الله وبركاته.
السلام ورحمة عليكم الله السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله وعليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.